അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരുപാട് ഉമ്മമാര് സങ്കടം പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ മകൾക്ക്, എൻ്റെ മകനിക്ക് ഓർമ്മശക്തി കുറവാണ്, ബുദ്ധിശക്തി കുറവാണ്, പഠിച്ചതെല്ലാം മറന്നു പോകുന്നു, മണ്ടയിൽ നിൽക്കുന്നില്ല, തലയിൽ നിൽക്കുന്നില്ല എന്നൊക്കെ പരാതി പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. ഈ കാര്യങ്ങൾക്കെല്ലാം പരിഹാരമാകുന്ന, നമ്മുടെ മക്കളുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കാൻ ഉപകരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ, ആ ആയത്തുകൾ തേനിൽ മന്ത്രിച്ച് നമ്മുടെ മക്കൾക്ക് നൽകിയാൽ ഇൻഷാ അല്ലാഹ് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും പഠനശേഷിയുമൊക്കെ വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് അത്ഭുതത്തോടെ കാണാൻ കഴിയും. മഹാന്മാരായിരിക്കുന്ന സയ്യിദന്മാർ പറഞ്ഞു തന്ന മരുന്നാണിത്. ഇൻഷാ അല്ലാഹ് ഏതാണ് ആയത്തുകൾ എന്ന് നാം മനസ്സിലാക്കുക. എത്ര തവണ ഓതണം, എപ്പോഴാണ് അത് കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടത് എന്നൊക്കെ നമുക്ക് കേട്ട് മനസ്സിലാക്കാം. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നിങ്ങൾ നിർബന്ധമായും ഷെയർ ചെയ്തു കൊടുക്കുക. ഒരു മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ എന്നൊക്കെ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ, എല്ലാവർക്കും അറിയുന്ന സൂറത്താണ്. അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ എന്ന് തുടങ്ങുന്ന ആ സൂറത്ത്, അതിലെ ആദ്യത്തെ ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ വരെ, തുടക്കം മുതൽ ആദ്യത്തെ ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ വരെ 41 തവണ ഓതുക. ഓരോ തവണ ഓതിയിട്ടും ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് തേനിലേക്ക് മന്ത്രിക്കുക. അത് കഴിഞ്ഞതിനു ശേഷം സൂറത്തു തൗബ, ബിസ്മി ഓതാത്ത സൂറത്താണ് സൂറത്തു തൗബ. ആ സൂറത്തു തൗബയിലെ ഏറ്റവും അവസാനത്തെ 2 ആയത്തുകൾ ഓരോരുത്തരും ഓതുന്ന ആയത്തുകളായിരിക്കും. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഈ ആയത്തിനെയും 41 തവണ ഓതി മന്ത്രിക്കണം. ഓരോ തവണ ഓതിയിട്ടും ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് തേനിലേക്ക് മന്ത്രിക്കുക. ഇങ്ങനെ 41 തവണ ഈ ആയത്തും ഓതി മന്ത്രിക്കുക. ഇങ്ങനെ ഈ മന്ത്രിച്ച തേനിനെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് രാവിലെ 1 ടീസ്പൂൺ വെറും വയറ്റിലും രാത്രി ഉറങ്ങുന്നതിനു മുമ്പായി 1 ടീസ്പൂണും നിങ്ങൾ കൊടുക്കുക. ഇങ്ങനെ തുടരെയായി 21 ദിവസം, അതല്ലെങ്കിൽ 41 ദിവസം നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മക്കളിൽ നല്ല മാറ്റം വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും പഠനശേഷിയുമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി, മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.